ഹലോ വെൽക്കം ടു പ്ലം ബേക്സ്. അപ്പോൾ പേൾസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ അടിപൊളി ഒരു ഹെയർ ബാൻഡ് ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിനാവശ്യമുള്ള സാധനങ്ങൾ ബീഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്, 0.4 mm ഗിയർ വെയർ ആൻഡ് മെറ്റാലിക് ബാൻഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്, പിന്നെ ഈ സ്റ്റോൺസിൻ്റെ ലേസ്. അപ്പോൾ നമ്മളുടെ ഈ ഫിംഗർ ഉണ്ടോ, ആ ഫിംഗറിൻ്റെ അതുവരെ നമ്മൾ ഗ്യാപ്പ് ഇട്ടിട്ട് വേണം ആ സ്റ്റോൺ ലേസ് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാനായിട്ട് ബാൻഡിൻ്റെ. അപ്പോൾ രണ്ട് സൈഡിൽ ഞാൻ മാർക്ക് ചെയ്യാണ് കേട്ടോ എത്ര പോർഷൻ വിടണം എന്നുള്ളത്. നമ്മളുടെ ഫിംഗറിൻ്റെ അത്രയും ലെങ്ത് എടുത്തത് അറിയാമല്ലോ, അത് ചെവിയുടെ ഏരിയ ആയതുകൊണ്ടാണ് അവിടെ നമ്മൾ സ്റ്റോണും പേൾസും ഒന്നും വെച്ച് കൊടുക്കാത്തത്. ഓക്കെ, അപ്പോൾ നമുക്ക് പേൾസ് ഒട്ടിച്ചു കൊടുക്കാം. B7000 ഗ്ലൂ ആണ് ഞാനിവിടെ യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ബീഡ്സിൻ്റെ സൈസ് ഞാനത് യൂസ് ചെയ്യുമ്പോഴത്തേക്കും മെൻഷൻ ചെയ്യുന്നുണ്ട്. നമ്മൾ രണ്ട് ഹെയർ ബാൻഡിലും ഇതേപോലെ തന്നെ ലേസ് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണ് ഈ ബാൻഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ഇഷ്ടപ്പെടുകയാണെങ്കിൽ. ഇപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹെയർ ആക്സസറീസ് മേക്കിംഗ് ട്യൂട്ടോറിയലാണ് നമ്മൾ ഇവിടെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത്. ലൈക്ക് ഹെയർ ബാൻഡ്സ്, ഹെയർ ക്ലിപ്സ്, ഹെയർ ബോസ്, പിന്നെ സ്ക്രഞ്ചീസ്, പിന്നെ ക്ലോത്ത് വെച്ചിട്ടുള്ള ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ഹെയർ ബാൻഡ് ഡിസൈൻസ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പം വീഡിയോ കാണാനായിട്ട് പ്ലീസ് ഡു സബ്സ്ക്രൈബ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്, ലേസ് വെച്ച് കൊടുക്കുന്നത്. നെക്സ്റ്റ് നമ്മളുടെ ഗിയർ വയർ നമ്മുടെ ഫസ്റ്റ് ബാൻഡിൽ ഇങ്ങനെ ചുറ്റിച്ചു കൊടുക്കുക. ഇടയ്ക്കുള്ള കുറച്ച് വീഡിയോ ക്ലിപ്പ് മിസ്സായിട്ടുണ്ട്. ചുറ്റിച്ചു കൊടുക്കുക അറിയാലോ, ജസ്റ്റ് ഒന്ന് ചുറ്റിച്ചു കൊടുത്തിട്ട് ഗം വെച്ച് ഒട്ടിച്ചാൽ മതി. അതിനുശേഷം നമ്മളുടെ രണ്ട് ഹെയർ ബാൻഡും കൂടി ചേർത്ത് വെച്ചിട്ട് ലാസ്റ്റ് ഒരു റിബൺ വെച്ചിട്ട് നമ്മൾ ഗം വെച്ച് ഒട്ടിച്ചു കൊടുക്കുകയാണേ. ആ ചെവിയുടെ ആ എഡ്ജ് വേദനിക്കാതിരിക്കാനാണ് ലാസ്റ്റ് ഈ എഡ്ജിൽ നമ്മൾ ഈ റിബൺ വെച്ച് ഇതേപോലെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക, ഗം വെച്ച് ഒട്ടിച്ചു കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഈ രണ്ട് ഹെയർ ബാൻഡിൻ്റെയും ഇടയ്ക്ക് ഇത്രയും ഗ്യാപ്പ് വരുന്നുണ്ട്. ആ ഗ്യാപ്പിലാണ് നമുക്ക് പേൾസ് വെച്ച് കൊടുക്കേണ്ടത്. ഞാൻ ഫസ്റ്റ് യൂസ് ചെയ്തതെന്ന് പറയുന്നത് ഇത് 6mm പേളാണ്. 6mm പേൾ ഒരു 10 ഞാൻ ആദ്യം വെച്ച് കൊടുക്കുന്നുണ്ട്. നടുക്ക് ഭാഗം വരുന്നത് വരെ ആ ചെറിയ പേൾസാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതൊരു 10 ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ പേൾസ് എങ്ങനെയാണ് ഈ രണ്ട് ബാൻഡിൻ്റെ ഇടയിലും ജോയിൻ ചെയ്ത് വെക്കുന്നതെന്ന് നമ്മളുടെ ഈ വീഡിയോയിൽ കണ്ടായിരുന്നല്ലോ. ഉണ്ട് പേൾസ് ഇട്ടിട്ട് നമ്മൾ ഈ ലേസിൻ്റെ സ്റ്റോൺസ് ഉണ്ടല്ലോ, ആ സ്റ്റോൺസിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ റൗണ്ട് ചെയ്ത് ചുറ്റിച്ച് എടുക്കുക. അങ്ങനെ തന്നെയാണ് ഫുൾ കംപ്ലീറ്റ് ചെയ്ത് എടുക്കേണ്ടത്. ബീഡ്സ് ഇഷ്ടമുള്ള സൈസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇതേപോലെ ഒരു 10 times നമ്മൾ ഈ ചെറിയ, അതായത് 6mm യൂസ് ചെയ്തേക്കുന്നത്. അതായത് ഏകദേശം ഒരു മിഡിൽ ഏരിയ വരുന്നവരെ ഈ 6mm യൂസ് ചെയ്തിട്ട് പിന്നെ നമുക്ക് 8mm ബീഡ്സ് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഏകദേശം ഒരു മിഡിൽ ഏരിയ ആയിട്ടുണ്ടല്ലോ. അപ്പോൾ ഇനി നമുക്ക് 8mm ബീഡ്സ് യൂസ് ചെയ്തിട്ട് സെയിം രീതിയിൽ തന്നെ ഇതിപ്പോൾ ഉണ്ടാകും സ്റ്റോൺസിൻ്റെ ഇടയിൽ കൂടി ഇതേപോലെ ഗിയർ വയർ റൗണ്ട് ചെയ്ത് എടുത്തിട്ട് ഓരോ ബീഡ്സും ഇതേപോലെ ചെയ്തെടുക്കാം നമുക്ക്. അപ്പം ഈ സ്റ്റോൺസിന് പകരം നമുക്ക് ക്രിസ്റ്റൽ ബീഡ്സും അതൊക്കെ ഇഷ്ടമുള്ള പോലെ നമുക്ക് മാറ്റി മാറ്റി ചെയ്യാം കേട്ടോ. ഓക്കെ, അങ്ങനെ 8mm ബീഡ്സിൻ്റെ ആവശ്യം കഴിഞ്ഞു. ഇനി നമ്മൾ കഴിഞ്ഞ സൈഡ് ചെയ്ത അതേ ഏരിയ വരുന്ന ഈ സൈഡിൽ നമ്മൾ 6mm ബീഡ്സ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തിട്ട് എവിടം വരെയാണോ ലേസ് ഉള്ളത് അവിടം വരെ ചെയ്തെടുക്കാം. ഓക്കെ, ഇങ്ങനെ ലാസ്റ്റ് നമുക്ക് ഗിയർ വയർ ഇങ്ങനെ ചുറ്റിച്ച് ഇച്ചിരി ഗം വെച്ച് കൊടുക്കുക കേട്ടോ, ഗിയർ വയർ അനങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ ചുറ്റിച്ച് ഒരു നോട്ടിട്ട് കൊടുക്കുക. അതങ്ങനെ അവിടെ സെക്യൂറായിട്ട് ഇരുന്നോളും, അനങ്ങത്തൊന്നുമില്ല, ബീഡ്സ് ഒന്നും അനങ്ങത്തില്ല. അപ്പോൾ
നമ്മളുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പേൾ ഹെയർ ബാൻഡ് റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മളുടെ ബ്രൈഡ്സിന് റിസപ്ഷനോ അങ്ങനത്തെ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ ബൈ. സീ ഇൻ ദ നെക്സ്റ്റ്